14 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനെ നല്ല കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. നാഥ, ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ മന്ന ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവൻ്റെ അപ്പം കർത്താവേ ഞങ്ങളുടെ മേൽ പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവ്, അനുഗ്രഹിച്ചാട്ടെ ഈ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആലയത്തിൻ്റെ മേൽ അവിടുന്ന് തന്നെ കർത്തൃത്വം ഏറ്റെടുക്കണം. പരിശുദ്ധിയാത്മാവ് ചലിക്കണം. ആദിയിൽ ജലത്തിൻ്റെ മീതെ പരിവർത്തിച്ചതുപോലെ പരിശുദ്ധിയാത്മാവ് ആമേൻ ഈ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായിട്ട് പരിവർത്തിച്ചാട്ടെ കർത്താവേ. അപ്പച്ചൻ അനുഗ്രഹിച്ചനായിട്ട് സ്തോത്രം. ആമേൻ. അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ആൾമാറിയതുപോലെ ആക്കിയതിനായിട്ട് നന്ദി. മഹത്വം അങ്ങേക്ക്. സകല സ്തുതിയും പൂജയും ആരാധനയും കരയറ്റുന്നു ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നല്ല നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വെളിച്ചവും ഇരുളും തമ്മിലുള്ള ആമേൻ ഒരു വേദഭാഗമാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. 8ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൻ വെളിച്ചമാകുന്നു. ചേർന്ന് പറഞ്ഞ്, വെളിച്ചമാകുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വെളിച്ചത്തിൽ ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വെളിച്ചമാകുന്നു എന്നാണ് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. ഈ വെളിച്ചത്തിലാകുന്നതും വെളിച്ചമാകുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കർത്താവിന് സ്തോത്രം. വെളിച്ചത്തിലിരിക്കുന്നത് ആമേൻ കർത്താവിന് സ്തോത്രം ഒരു നല്ല കാര്യമാണെങ്കിലും ആമേൻ സ്തോത്രം വെളിച്ചമാകുന്നത് പോലെ ആമേൻ അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ യേശു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടി 14 മുതലുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു വലിയ മെസ്സേജൊന്നും ചിന്തിക്കുന്നില്ല. ആമേൻ. പറഞ്ഞു വായിച്ചോട്ടെ. ആമേൻ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേര് ആമേൻ പറയും? കർത്താവിന് സ്തോത്രം. നല്ലൊരു ആമേൻ പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇത് പറഞ്ഞത് യേശുവാണ്. കർത്താവിന് സ്തോത്രം. ഈ ആലയത്തിൻ്റെ അകത്ത് ധാരാളം വെളിച്ചമുണ്ട്. കർത്താവിന് സ്തോത്രം. യേശു നമ്മെക്കുറിച്ച് പറയുക, നിങ്ങൾ ഇതുപോലെ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവിന് സ്തോത്രം. ഇരുളും നിരന്ന സ്ഥലത്ത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ബൾബ് പ്രകാശിക്കുന്ന ഒരു ലൈറ്റ് ഇടുന്നത് പോലെ ആമേൻ സ്തോത്രം. യേശു നമ്മെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. കർത്താവിന് സ്തോത്രം. അതവൻ പറയാനുള്ള കാരണം ആമേൻ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിനകത്ത് യേശുവിനെക്കുറിച്ച് പറയുന്നത്, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാൽ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വായിച്ചാട്ടെ കർത്താവിന് സ്തോത്രം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ചേർന്ന് പറഞ്ഞ്, യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിന് സ്തോത്രം. ആ യേശു ആമേൻ സ്തോത്രം നമ്മെ നോക്കി പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നവൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ ആമേൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമാകും. കർത്താവിന് സ്തോത്രം. നമ്മൾ വായിച്ച് നിർത്തിയ കുറിവാക്യം പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. അതിൻ്റെ 14-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാമോ? എഫേസ്യ ലേഖനം. ആമേൻ സ്തോത്രം. ഞാനിങ്ങനെ വാക്യം ബാക്ക് ആൻഡ് ഫോർത്ത് പോകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുന്നത് മരിച്ചവരെ കുറിച്ചാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുക, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ വരുന്നത് ആമേൻ സ്തോത്രം ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ്.
കർത്താവിന് സ്തോത്രം. ആരാ ആമേൻ സ്തോത്രം ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആമേൻ സ്തോത്രം എഴുന്നേൽക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഓ ഷമരാനാസിയാരാധ്യ. അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു എന്ന് തിരുവചനം പറയുക. കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവിന് സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ അവൻ ഉയിർപ്പിച്ചു. കർത്താവിന് സ്തോത്രം. അതിൻ്റെ 8-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് അവൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ സ്തോത്രം ക്രിസ്തുവേശുവിൽ എഴുന്നേൽപ്പിച്ചത് അവൻ സ്തോത്ര കൃപയാല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമായിട്ട് കൃപയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അവൻ ആ വാക്യത്തെക്കുറിച്ചാണ് അവൻ സ്തോത്രം എഫേസ്യ ലേഖനം 5:14 പറയുന്നു. ഉറങ്ങുന്നവരെ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മരിച്ചവർക്ക് എഴുന്നേൽക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഞാൻ പറയുന്നത് സെമിത്തേരിയിൽ വെച്ചിരിക്കുന്ന ഡെഡ് ബോഡിയെ കുറിച്ചല്ല. പിന്നെയോ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും അതിക്രമങ്ങളാൽ മരിച്ചവരായിരിക്കുന്ന ആമേൻ സ്തോത്രം ലക്ഷോപലക്ഷം ജനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവിന് ഒരിക്കലും നമ്മളും എങ്ങനെയായിരുന്നു കൃപയാൽ ആമേൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവം നമ്മെ രക്ഷിച്ചത് ഓർത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഉറങ്ങുന്നവരുടെ ഇടങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ എഴുന്നേറ്റവരോടാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മേൽ ക്രിസ്തു പ്രകാശിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അവരാണ് ലോകത്തിൻ്റെ വെളിച്ചം. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, 8-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം പറയുന്നു. മുൻപേ ചേർന്ന് പറഞ്ഞ മുൻപേ. കർത്താവിന് സ്തോത്രം. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുളെന്ന് പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം അത് കാണിക്കുന്നത് മരണമാണ്. അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ കോപമാണ്. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. റോമാലേഖനം 5-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം അതിൻ്റെ 20-21 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. നിത്യജീവനായിട്ട് വാഴേണ്ടതിന് തന്നെ. കർത്താവിന് സ്തോത്രം. ആമേൻ. പാപം പെരുകിയെടുത്ത് കർത്താവിന് സ്തോത്രം കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായിട്ട് വാഴേണ്ടതിന് പെരുകി വന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പാപം പെരുകിയെടുത്ത കൃപയുണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മിടുക്കരായത് കൊണ്ടല്ല, പിന്നെയോ ആമേൻ സ്തോത്രം ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ട്, കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം നമ്മളോട് കൃപ കാണിച്ചതുകൊണ്ട്, നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ മൂലമായിട്ടല്ല, നമ്മൾ ചെയ്ത എന്തെങ്കിലും ആമേൻ സ്തോത്രം ഗുണമായിരിക്കുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നതുകൊണ്ട്, ദൈവം നമ്മെ കണ്ടതുകൊണ്ട്, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയതുകൊണ്ട് കൃപയാൽ നാം രക്ഷിക്കപ്പെടുവാനിട്ടിടയായി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വെളിച്ചത്തിനകത്തേക്കാണ്. കർത്താവിന് സ്തോത്രം. ആ വെളിച്ചമെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ദൈവഭവനത്തിലെ ദൈവഭവനത്തിലെ അംഗം. ആമേൻ. ഒരു ദൈവ പൈതൽ എന്ന പേര്. ആമേൻ സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വലിഞ്ഞു കയറി വന്ന ഒരു സ്ട്രേഞ്ചർ ഒന്നുമല്ല. വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. കർത്താവിന് സ്തോത്രം. അപ്പം മുമ്പേ ഇരുളിലായിരുന്നു. ചേർന്ന് പറഞ്ഞ മുമ്പേ ഇരുളിലായിരുന്നു. കർത്താവിന് സ്തോത്രം. മുമ്പേ ഇരുളിലായിരുന്നു, മുമ്പേ ഉറങ്ങുന്നവരായിരുന്നു, മുമ്പേ മരിച്ചവരായിരുന്നു, മുമ്പേ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ കൃപയാൽ ആമേൻ യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലമായിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കാനിടയായി. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ മേൽ ക്രിസ്തു പ്രകാശിപ്പാനിടയായി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മുമ്പേ ഇരുളായിരുന്നു. കർത്താവിന് സ്തോത്രം. മുമ്പേ ഇരുളായിരുന്നു. കർത്താവിന് സ്തോത്രം.
ആമേൻ പറയുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് അവരുടെ ഭാഷയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. എന്താ ഇരുളിന്റെ പ്രത്യേകത? ഒന്ന്, ആമേൻ സ്തോത്രം 11-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിന് സ്തോത്രം പ്രകൃതിയാൽ ജാതികളായിരുന്നു. കർത്താവിന് സ്തോത്രം പ്രകൃതിയാൽ ജാതികളായിരുന്നു. ദൈവഭവനത്തിലെ അംഗങ്ങളല്ല, പിന്നെയോ ജാതികൾ. കർത്താവിന് സ്തോത്രം. ഇസ്രായേൽ എന്ന് പറയുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ രാജ്യം ഇപ്പോൾ നമുക്ക് അന്യമല്ല. കർത്താവിന് സ്തോത്രം നമ്മുടെ ജാതിയാണ്, നമ്മുടെ കുടുംബമാണ്. കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനമായി നമ്മൾ ചേർക്കപ്പെട്ട് പിതാക്കന്മാരെന്ന് പറഞ്ഞ് അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ നമുക്ക് പാടുവാനും ആമേൻ സ്തോത്രം സന്തോഷിപ്പാനും ഒക്കെ കൃപ ലഭിച്ചത് ആമേൻ മുമ്പേ ജാതികളായിരുന്ന, മുമ്പേ ഇരുളിലായിരുന്ന നമ്മെ സ്വർഗത്തിലെ ദൈവം വെളിച്ചത്തിലേക്ക് വരുത്തിയത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. അപ്പം ഇരുളിൻ്റെ പ്രത്യേകത ഒന്ന്, ജാതി. കർത്താവിന് സ്തോത്രം. വായിച്ചോ, താഴത്തോട്ട് വായിച്ചത്. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയിട്ട് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കാത്തവർ. 2 ആമേൻ 12-ാമത്തെ വാക്യം, ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ക്രിസ്തു ഇല്ലാത്ത ജാതി. കർത്താവിന് സ്തോത്രം. ദൈവഭവനത്തിന് ഏലിയൻസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. നമ്മൾ ഇന്ന് പാടുന്നത് പോലെ പാടുവാൻ ആമേൻ സ്തോത്രം അപ്പുറത്തുള്ള ചർച്ചിലെ ആൾക്കാർക്ക് പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവിന് മുമ്പേ ഇരുളിലായിരുന്ന അവസ്ഥയിലായതുകൊണ്ട്, ആമേൻ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാത്തത് കൊണ്ട്, ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരുടെ മേൽ മാത്രം പ്രകാശിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം അവരുടെ മേൽ വരാതിരുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, തിരുവചനം പറയുകയാണ് ആമേൻ സ്തോത്രം ആമേൻ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് എന്ന് പറഞ്ഞ ദ ഫാമിലി ഓഫ് ഇസ്രായേൽ, ദ ഫാമിലി ഓഫ് ഗോഡ്സ് ആമേൻ സ്തോത്രം, ദ ഫാദർ ഗോഡ്. കർത്താവിന് സ്തോത്രം. പിതാവിൻ്റെ കുടുംബക്കാരനെന്ന് ആമേൻ സ്തോത്രം പേരുള്ളവരായിരുന്നില്ല നമ്മൾ. ഞാൻ ഈ മുമ്പേ ഇരുളിലായിരുന്നു എന്ന് പറയുന്ന ആ മുമ്പിലത്തെ അവസ്ഥ അത് പറയാനാണ് ഞാനിതെല്ലാം പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വായിച്ചു കേട്ടെ? ഒന്ന്, ജാതി, പരിച്ഛേദന ഏൽക്കാത്തവൻ. ആമേൻ സ്തോത്രം. 3, ക്രിസ്തുവില്ലാത്തവൻ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് അങ്ങനെയല്ലല്ലോ. കർത്താവിന് സ്തോത്രം. ആമേൻ. എന്തുകൊണ്ടാ? മുമ്പേ ഇരുളിലായിരുന്നു. വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്കും അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതാണ് മുമ്പേ ഇരുളിലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ ആ 8-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. എഫേസ്യ ലേഖനം 5-ന്റെ 8-ാമത്തെ വാക്യം. ആമേൻ സ്തോത്രം. അതിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു. മുമ്പേ നിങ്ങൾ ഒരു മിനിറ്റ് മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു. മുമ്പേ നിങ്ങൾ ആമേൻ സ്തോത്രം ഇസ്രായേൽ ജനതയോട് പൗരത്വയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. കർത്താവിന് സ്തോത്രം. മുമ്പേ നിങ്ങൾ ആമേൻ സ്തോത്രം ക്രിസ്തുവില്ലാത്തവരായിരുന്നു. കർത്താവിന് സ്തോത്രം. മുമ്പേ നിങ്ങൾ മരിച്ചവരായിരുന്നു, വാഗ്ദത്തമില്ലാത്തവരായിരുന്നു. കർത്താവിന് സ്തോത്രം. ഉറങ്ങുന്നവരായിരുന്നു, മരിച്ചവരുടെ ഇടയിലായിരുന്നു. എന്നാൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസ മുഖാന്തിരമായി ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക്. വായിച്ചാട്ടെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ വെളിച്ചത്തിലാണെന്ന്. കർത്താവിന് സ്തോത്രം. വെളിച്ചത്തിലാണെന്നല്ല, വെളിച്ചമാണെന്ന്. കർത്താവിന് സ്തോത്രം. 8-ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യുമോ? കർത്താവിന് സ്തോത്രം. മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു എന്നല്ല, ഇരുളായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചത്തിലാണെന്നല്ല, വെളിച്ചമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഇനി മത്തായി സുവിശേഷം 5-ന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. കർത്താവിന് സ്തോത്രം. നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയുന്നയിടത്ത് കാര്യങ്ങൾ മാറി മറിയും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ചേർന്ന് പറഞ്ഞ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇരുള് മാറിപ്പോകണം. കർത്താവിന് സ്തോത്രം. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുളിന് അധികാരമില്ല. കാരണം ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം ഇന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ ഓർമ്മിച്ചൊരു കാര്യമാണ്. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ഇരുളിന് വെളിച്ചത്തെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല.
എന്നാൽ വെളിച്ചത്തിന് ഇരുളിനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. കർത്താവിന് സ്തോത്രം. ഇവിടെ ഈ ലൈറ്റ് കിടക്കുമ്പോൾ ഇരുൾ എത്ര വിചാരിച്ചാലും ഇതിനെ ഇരുട്ടാക്കാൻ പറ്റത്തില്ല. ഈ വെളിച്ചം കെട്ടിട്ടല്ലാതെ, ഈ വെളിച്ചം പോയിട്ടല്ലാതെ ഇതിൻ്റെ അകത്ത് ഇരുൾ വരത്തില്ല. സത്യമല്ലേ? നമ്മുടെ വെളിച്ചം പ്രകാശിക്കട്ടെ പ്രിയമുള്ളവരെ. ഒരു ഇരുളിനും നമ്മളെ കീഴടക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുമെന്ന് തിരുവചനം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ വെളിച്ചമൊന്ന് പ്രകാശിച്ചാൽ ഏതിരുട്ടിനെ നമ്മെ കീഴടക്കാൻ സാധിക്കും. എന്നാൽ ഇരുട്ടിൻ്റെ അകത്ത് ഒരു വെളിച്ചം കൊണ്ടുവന്ന് വെച്ച് നോക്കിയേ, ഇരുട്ട് എത്ര വിചാരിച്ചാലും അവൻ സോദരം ഹാലിൽ ഈ വെളിച്ചത്തെ കീഴടക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? കർത്താവിന് സോദരം. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം, ചേർന്ന് പറഞ്ഞ്, മറഞ്ഞിരിപ്പാൻ പാടില്ല. cannot be hidden. അടുത്ത വാക്യം, വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. കർത്താവിന് സ്തോത്രം. വെളിച്ചം, അവൻ സ്തോത്രം, ഹല്ലേലൂയ. വെളിച്ചം ഇരുട്ടിനകത്ത് പ്രകാശിക്കാനുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് വീടിനകത്ത് ഉറങ്ങാനുള്ളതല്ല നമ്മുടെ വിളി. കർത്താവിന് സ്തോത്രം. നമ്മൾ വെളിച്ചമാ, ഇരുളിൻ്റെ അകത്ത് പ്രകാശിച്ചേ പറ്റൂ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു പ്രസൻസ്, അവൻ സ്തോത്രം, ഹല്ലേലൂയ, എത്രയോ ജീവിതങ്ങൾക്ക് വെളിച്ചമാകുമെന്ന് നമുക്കറിയാമോ? നീ ചെല്ലുന്ന സ്ഥലത്ത് വെളിച്ചമാകുവാൻ, നീ ചെല്ലുന്ന സ്ഥലത്തെ അന്ധകാരത്തെ മാറ്റിക്കളയുവാൻ തക്കവിധം ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെത്ര അവൻ സ്തോത്രം അധവദിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര തകർന്നു പോയെന്ന് പറഞ്ഞാലും, ഉറങ്ങുന്നവൻ യേശുവിൽ വിശ്വസിച്ച് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മൾ, അവൻ ക്രിസ്തു യേശുവിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവത്തിൻ്റെ വചനം പറയുക, ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വരും. അപ്പോൾ പ്രകാശത്തിൽ ഇരിക്കുന്നു എന്നല്ല, നീ പ്രകാശമാണെന്നാണ് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് യു ആർ ദി അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. നീ നിൽക്കുന്നത് യേശുവിൻ്റെ സ്ഥാനാപതിയായിട്ടാണ്. ആമേൻ. നീ നിൽക്കുന്നത്, ആമേൻ സ്തോത്രം, ദ സ്പോക്സ് പേഴ്സൺ ഓഫ്, ആമേൻ, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ, ആമേൻ സ്തോത്രം, വക്താവ്. നീ പറയുന്നത് അവിടെ സംഭവിക്കുന്നത്, നീ പറയുന്നത് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് നിന്റെ വാക്കാണ്. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നല്ല ഓട്ടം ഓടി, നല്ല പോർ പൊരുത്, അല്ലേ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയമുള്ളവരെ, വിശ്വാസം കാക്കാനുള്ളതാണ്. കർത്താവിന് സ്തോത്രം. വിശ്വാസത്തെ കാക്കാനുള്ളതാണ്. കർത്താവിന് സ്തോത്രം. വലിയ കൊടിയ കാറ്റിൻ്റെ നടുവിൽ, അവൻ സ്തോത്രം, വലിയ പേമാരിയുടെ നടുവിൽ, കർത്താവിന് സ്തോത്രം, വിശ്വാസം കാത്തു. ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ല പോർ പൊരുതു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? വിശ്വാസത്തെ കാക്കാൻ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ എങ്ങനെയായിരുന്നാലും, കർത്താവിന് സ്തോത്രം, ഞാൻ ആമേൻ സ്തോത്രം, ജോൺസൺ വർഗീസ് പാസ്റ്റർ എന്ന് പറയുന്നത്, നമ്മുടെ ബഥേലേജി ചർച്ചിൻ്റെ, ബാംഗ്ലൂരിലുള്ള ബഥേലേജി ചർച്ചിൻ്റെ പാസ്റ്റർ പറയുന്നത് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നെ ഒത്തിരി സ്പർശിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പലപ്പോഴും ഒരു മറുപടിയും ഇല്ലാതിരിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം, ഞാൻ പലർക്കും വേണ്ടി ചുമ്മാ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, നമ്മുടെ അവസ്ഥ എന്തായിക്കോട്ടെ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഒരു പക്ഷേ തകർന്നവനെന്ന പേര് നിനക്കുണ്ടാകും, ഒരു പക്ഷേ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കാത്തവൻ, എല്ലാം നഷ്ടപ്പെട്ടവൻ, നിന്ദിതൻ, അവൻ പരാജിതൻ, തള്ളപ്പെട്ടവൻ, അവൻ സ്തോത്ര, ദൈവത്താൽ കൈവിടപ്പെട്ടവൻ, ഒന്നൊക്കെ പേര് നമ്മുടെ പേരിൽ വീണിട്ടുണ്ടാകാം. എന്നാൽ അവൻ സ്തോത്രം, ദൈവത്തിൻ്റെ അവൻ മാറ്റമില്ലാത്ത തിരുവചനം പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. No matter what, നീ യേശുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, കർത്താവിന് സ്തോത്രം, നിന്നെക്കുറിച്ച് ലോകം എന്തു പറയട്ടെ,
നിന്റെ കരങ്ങൾക്ക് മുന്നിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവിന് സ്തോത്രം. നീ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതേ രോഗത്തിൽ കഷ്ടപ്പെടുന്നവനായിരിക്കും നീ. കർത്താവിന് സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം, നിന്റെ കരത്തിന് മുമ്പിൽ സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവിന് സ്തോത്രം. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദൈവം ആമേൻ സ്തോത്രം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന വിശ്വാസം കാക്കാനുള്ള വിശ്വാസമാണ്. ആമേൻ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ എല്ലാം വിട്ടേച്ചു പോകാനുള്ളതല്ല. പിന്നെയോ കർത്താവിന് സ്തോത്രം, ഈ ദൈവം ആമേൻ എന്നെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി വെച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ്, അല്ലെങ്കിൽ ആ വിശ്വാസം കാക്കുന്നവനാണ്. കർത്താവിന് സ്തോത്രം. നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്തു എന്ന് പേര്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ആമേൻ സ്തോത്രം, യു ആർ ദ ലൈറ്റ് ഇൻ ദ ലോർഡ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആമേൻ. ഗോ ബാക്ക് ടു മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 15. വിളക്ക് കത്തിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കർത്താവിന് എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോഴും ലോകത്തിൻ്റെ വെളിച്ചമാണ്? ഒരു പക്ഷേ സാക്ഷിയൊക്കെ പോയിട്ടുണ്ടാകാം, സാരമില്ല. നീ യേശു എന്നെ കേട്ടോ, ശ്രദ്ധിച്ച് എഴുതിയെടുത്തോ, വേണമെങ്കിൽ എഴുതി വെച്ചോ, കുറിച്ച് വെച്ചോ, ഇന്ന് രാത്രി കുറിച്ച് വെച്ചോ. കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ ആമേൻ സ്തോത്രം ഒരു മകൻ ദൈവ പൈതലെന്ന് വിളിക്കുവാൻ യോഗ്യതയില്ലാതെ ആമേൻ സ്തോത്രം പലതും നിന്റെ കരങ്ങൾ കൊണ്ട് നീ ചെയ്തിട്ടുണ്ടാകും, വായി കൊണ്ട് നീ പറഞ്ഞിട്ടുണ്ടാകും, ഹൃദയം കൊണ്ട് നീ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ്, യേശുവിന് നീ ജീവിതം കൊടുത്തവളാണോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മേൽ ക്രിസ്തുവിൻ്റെ പ്രകാശം വന്ന് പതിച്ചിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ സ്തോത്രം, വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. 16-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം, വാക്ക് ഇൻ ദ ലൈറ്റ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പിൻ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ വെളിച്ചമാണ്. മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമാണ്. കർത്താവിന് സ്തോത്രം. തീർന്നില്ല, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. കർത്താവിന് സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദൂതാണ്. ആമേൻ. ഇത് അന്ത്യകാലമാണ്. കർത്താവിന് സ്തോത്രം. നമ്മൾ പാടി ആരാധിച്ചു ചേരുന്ന ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ ആമേൻ സ്തോത്രം നാടതിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പേർ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേരും കാണണമെങ്കിൽ കർത്താവിന് സ്തോത്രം നമ്മൾ വെളിച്ചത്തിൽ നടക്കണം. എന്താ ഈ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ, വാക്ക് ഇൻ ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ വെളിച്ചത്തെ, നമ്മുടെ നല്ല പ്രവൃത്തികളെ ആമേൻ സ്തോത്രം ലോകം കാണുവാനായിട്ടിടയാകണം. ദൈവത്തിൻ്റെ തിരുവചനം പറയുക, തണ്ടിന്മേൽ പ്രകാശിക്കണം, തണ്ടിന്മേൽ പ്രകാശിക്കണം. ഇന്ന് ഇതിൻ്റെ അകത്ത് മങ്ങിപ്പോയ പ്രകാശങ്ങളൊക്കെ കാണുമായിരിക്കും. കെട്ടുപോകുമെന്ന് വിചാരിക്കുന്ന ഈ അവസ്ഥയിലിരിക്കുന്ന പ്രകാശങ്ങൾ കാണുമായിരിക്കും. ഇന്ന് രാത്രി ഒരൊറ്റ തീരുമാനം നിന്റെ പ്രകാശത്തെ ആളിക്കത്തിക്കും. കർത്താവിന് സ്തോത്രം. വിശ്വസിക്കാമോ? പ്രിയമുള്ളവരെ, ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഞാനൊരു കാര്യം വാസ്തവമായിട്ട് പറയാം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട നമുക്കൊന്നൊരു ഡെലിവറൻസ് കിട്ടാൻ, നമുക്കൊന്ന് ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമുക്കൊന്ന് മാറി കയറാനായിട്ട്. ആമേൻ സ്തോത്രം. ഒരു മാറ്റം വരാൻ ഒരൊറ്റ തീരുമാനം മതി. ധൂർത്തപുത്രൻ ആമേൻ സ്തോത്രം പന്നിക്കൂടിനകത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, പെട്ടെന്ന് അവന് സുബോധം വന്നു. He came to his senses. കർത്താവിന് സ്തോത്രം. സുബോധം വന്നാൽ മതി. ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, ഒന്ന് സുബോധം വന്നാൽ, ഒരു നിമിഷം ഈ പറയുന്ന ആമേൻ ദൈവദാസൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു എന്നൊരു ചിന്ത നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നാൽ, കർത്താവിന് സ്തോത്രം, നിന്റെ ജീവിതം അവിടെ മുതൽ മാറുവാനിട്ടിടയാകും. കർത്താവിന് സ്തോത്രം. ആമേൻ. നീ ലോകത്തിൻ്റെ വെളിച്ചമാണ്. സഹോദരി, നിനക്ക് എത്ര തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും, സഹോദരൻ നിനക്ക് എത്ര വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും, ഇന്ന് രാത്രി ഒരു തീരുമാനം, ആമേൻ, വൺസ് അഗെയിൻ ഞാൻ ഒന്നുകൂടി ആമേൻ സ്തോത്രം എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒന്നുകൂടി ഞാൻ കർത്താവിനോട് നിലവിളിക്കാൻ പോകുകയാണ്.
ആമേൻ. ക്ലെൻസ് മൈ ഹാർട്ട്, എന്നെ ശുദ്ധിയാക്കണമേ, എൻ്റെ മലിനതയെ മാറ്റിക്കളയണമേ എന്ന് പറയുന്ന സ്ഥലത്ത്, ആമേൻ, ഒരു ജെന്യുവിൻ റെപ്പൻറ്റൻസ്, കർത്താവിന് സ്തോത്രം, അവിടെ നിന്റെ ജീവിതം മാറാൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ധൂർത്തപുത്രൻ്റെ അപ്പൻ കണക്ക് പുസ്തകം എടുത്തെന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ. ഉണ്ടോ? നീ ചെയ്തത് എവിടെ കൊണ്ടുപോയി തൊലച്ചിടാ എന്ന് ചോദിച്ച കർത്താവിന് സ്തോത്രം. ആമേൻ. ഗാംബിളിങ്ങിനെ നീ എത്ര നശിപ്പിച്ചു, അവിടെ നീ എത്ര നശിപ്പിച്ചു, ഇവിടെ എത്ര നീ പൊടിച്ചു, ഒന്നും ചോദിച്ചില്ലല്ലോ. കൊണ്ടുപോയതിൻ്റെ കണക്കില്ല, നശിപ്പിച്ചതിൻ്റെ കണക്കില്ല. അവൻ ഒറ്റ കാര്യം, നീ തിരിച്ചു വരുന്നു. ദാറ്റ് ഈസ് ഇനഫ്, മോർ ദാൻ ഇനഫ്. ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിനും സ്വർഗത്തിലെ പിതാവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. വാക്ക് ഇൻ ദ ലൈറ്റ്. ചേർന്ന് പറഞ്ഞേ, വാക്ക് ഇൻ ദ ലൈറ്റ്. ആമേൻ. വെളിച്ചത്തിൽ നടക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മുമ്പേ ഇരുളായിരുന്നു. ആമേൻ. ഉറങ്ങുന്നവനായിരുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവനായിരുന്നു. വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം നിന്റെ മേൽ വരുവാനിട്ടിടയായി. ആമേൻ. സ്തോത്രം. നീ പ്രകാശമായി തീർന്നു. കർത്താവിന് സ്തോത്രം. ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്നു. ദൈവത്തിൻ്റെ വചനം മൂന്നാമത്തെ കാര്യം, ആമേൻ സ്തോത്രം, ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് വാക്ക് ഇൻ ദ ലൈറ്റ്. വെളിച്ചത്തിൽ നടക്കണം. കർത്താവിന് സ്തോത്രം. എന്താ വെളിച്ചത്തിൽ നടക്കുക? നിന്റെ പ്രകാശം ലോകം കാണണം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ഞായറാഴ്ച ക്രിസ്ത്യാനി ആകരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഞാൻ ചർച്ചിനകത്ത്, ആമേൻ സ്തോത്രം, എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ എൻ്റെ വീട്ടിനകത്താകണം. ഒരുപക്ഷെ നമുക്ക് ഈ സമയം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ടാകാം. കർത്താവിന് സ്തോത്രം. ഒരു തീരുമാനം, ഒരു ചെറിയ തീരുമാനം, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ, അപ്പാ, ഐ വാണ്ട് ടു വാക്ക് ഇൻ ദ ലൈറ്റ്. കർത്താവിന് സ്തോത്രം. എനിക്ക് വെളിച്ചമാകണം, എനിക്ക് വെളിച്ചത്തിൽ നടക്കണം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് തീരുമാനിക്കുന്ന ഇടത്ത്, പ്രാർത്ഥിക്കുന്ന ഇടത്ത്, ഹൃദയപൂർവ്വം ഒരു കരച്ചിൽ, ആമേൻ സ്തോത്രം, ദൈവസന്നിധിയിൽ വരുന്ന ഇടത്ത് നിന്റെ ജീവിതം നിശ്ചയമായിട്ട് മാറും. കർത്താവിന് സ്തോത്രം. ഞായറാഴ്ച നമ്മൾ എങ്ങനെയായിരിക്കുന്നു, ചർച്ചിനകത്ത് നമ്മൾ എങ്ങനെയായിരിക്കുന്നു, അതുപോലെ തന്നെ പുറത്തുമായിരിക്കണം. ആമേൻ സ്തോത്രം. മലമേൽ പ്രകാശിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. നിന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചത് മറച്ചു വയ്ക്കാൻ പാടില്ല, മറഞ്ഞിരിക്കരുത്. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വചനം പറയുക 5:15. കർത്താവിന് സ്തോത്രം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 15. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തി, ചേർന്ന് പറഞ്ഞു, നല്ല പ്രവൃത്തി കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. നോക്കൂ, ആ 16ാമത്തെ വാക്യം തുടങ്ങുന്നത് ഒരു നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടാണ്. നല്ല പ്രവൃത്തി, ആമേൻ സ്തോത്രം, ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടാണ്. അത് അവസാനിക്കുന്നത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചം എന്ന് പറയുന്നത് സകല സദ്ഗുണങ്ങളുമാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. മലമേൽ പ്രകാശിക്കുന്ന പട്ടണം. എങ്ങനെയാണ് മലമേൽ പ്രകാശിക്കുന്ന പട്ടണം? ഹൃദയത്തിൻ്റെ അകത്ത് നന്മ നിറയട്ടെ പ്രിയമുള്ളവരെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വാഗ്വാദങ്ങളും ആമേൻ പറ്റാത്തക ഞാനൊന്നും പറയുന്നില്ല. കാരണം ആമേൻ സ്തോത്രം, ഒരു ആമേൻ ഈ വചനത്തിനകത്ത് ആമേൻ എഫേസ്യ ലേഖനം, ഗലാത്യ ലേഖനം, എല്ലാറ്റും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു ചെക്ക് ലിസ്റ്റായിട്ട് വേണമെങ്കിൽ എടുത്തു വെച്ച് നോക്കാം. കർത്താവിന് സ്തോത്രം. എവിടെയെങ്കിലും വെളിച്ചം മങ്ങിപ്പോയിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. തിരുവചനം പറയുകയാണ്, പ്രകാശിക്കട്ടെ, പ്രകാശിക്കട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. കർത്താവിന് സ്തോത്രം. അത് ഇതുമൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. എഫേസ്യ ലേഖനം 5 ആമേൻ സ്തോത്രം 9ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചോട്ടെ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശമാണ്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. നോക്കൂ, കർത്താവിന് സ്തോത്രം. വെളിച്ചത്തെക്കുറിച്ച് പറയുന്ന ഇടത്ത് തിരുവചനം പറയുക, കർത്താവിന് പ്രസാദകരമായിരിക്കുന്നത് എന്താണെന്ന്
പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവേൻ. കർത്താവിന് സ്തോത്രം. അപ്പോൾ എങ്ങനെയാ വെളിച്ചത്തിൽ നടക്കുന്നേ? എങ്ങനെയാ വെളിച്ചത്തിൽ നടക്കുന്നേ? മുമ്പേ നിങ്ങൾ ഇല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇപ്പോൾ നിങ്ങൾ വെളിച്ചമാണ്. ആമേൻ സ്തോത്രം. ദൈവത്തിൽ വെളിച്ചമാണ്. പിന്നെ ആമേൻ നിങ്ങൾ വെളിച്ചത്തിൽ മക്കളായി നടക്കേണ്ടവരാണ്. കർത്താവിന് സ്തോത്രം. വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് എങ്ങനെയാണ് നടക്കുന്നത്? കർത്താവിന് സ്തോത്രം. പിതാവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്നത് വെളിച്ചമാണ്. കർത്താവിന് സ്തോത്രം. ഒരു നന്മ ചെയ്യുവാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് സത്യം. ഒരു കള്ള് കുടിക്കുന്ന ഒരുത്തനോട് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞ പ്രശ്നമാണ്. കാരണം എന്താ? കള്ള് കുടിക്കുന്നവൻ്റെ സ്വഭാവമാണ്, അല്ലേ? കള്ള് കുടിക്കാത്ത ഒരുത്തനോട് കള്ള് കുടിക്കാൻ പറഞ്ഞാലോ അത് അവന് ഏറ്റവും പ്രയാസമാണ്. കാരണം എന്താ? കുടിക്കാതിരിക്കുന്നത് അവൻ്റെ സ്വഭാവമാണ്. നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്നത് ആത്മസ്വഭാവമാണ്. റോമലേഖനം 8-ാമത്തെ അധ്യായം കർത്താവിന് സ്തോത്രം അതിൻ്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യമെന്ന് തോന്നുന്നു. കർത്താവിന് സ്തോത്രം വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. റോമലേഖനം 8-ാമത്തെ അധ്യായം. ആമേൻ. ആ ആ ആ ആ ആ ആ വായിച്ചു. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. കർത്താവിന് സ്തോത്രം. നമ്മൾ എത്ര പേര് നമ്മൾ വിശ്വസിക്കും നമ്മുടെ അകത്ത് പരിശുദ്ധ ആത്മാവ് ഉണ്ടെന്ന്? ആത്മസ്വഭാവമുള്ളവർ. 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ജഡസ്വഭാവമുള്ളവർ ചിന്തിക്കുന്നത് ജഡത്തിനെ കുറിച്ചും, ആത്മസ്വഭാവമുള്ളവർ ചിന്തിക്കുന്നത് ആത്മാവിനെ കുറിച്ചുമാണ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്നത് വെളിച്ചമാണ്. അങ്ങനെയാണെങ്കിൽ വെളിച്ചത്തിലുള്ളതുപോലെ ജീവിക്കാൻ നമുക്ക് ഒരു പ്രയാസവുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ കർത്താവിന് സ്തോത്രം, അവിടെയാണ് വലിയ ചോദ്യം വരാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് കഴിയുമായിരുന്നിട്ട് ദൈവം നിൻ്റെ അകത്ത് ആത്മാവിനെ തന്നിട്ട് ആത്മാവിനാൽ നീ നടത്തപ്പെട്ടിട്ട് കർത്താവിന് സ്തോത്രം ലോക മനുഷ്യനോടൊപ്പം ചേർന്ന് ആമേൻ സ്തോത്രം ജഡ സ്വഭാവം കാണിക്കരുതെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നിന്റെ വെളിച്ചം ലോകത്തിന് മുമ്പിൽ പ്രകാശിക്കണമെങ്കിൽ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ നീ തിരിച്ചറിവുള്ളവനായിരിക്കണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കീഴ്പ്പെടുവാനും മനസ്സുണ്ടാകണം. കർത്താവിന് സ്തോത്രം. തിരുവചനം പറയുക. ആമേൻ സ്തോത്രം വായിച്ചാട്ടെ. 9-ാമത്തെ വാക്യം തിരിച്ചു വന്നിട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ളത്, കർത്താവിന് പ്രസാദം. 5-ന്റെ എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. കർത്താവിന് പ്രസാദം. ഇന്നു മുതൽ എത്ര പേർക്ക് വെളിച്ചത്തിൽ നടക്കണം? അവരാദ്യം ചെയ്യേണ്ടത് കർത്താവിന് പ്രസാദകരമാണോ എന്ന് പരിശോധിക്കണം. നിൻ്റെ ജോലി സ്ഥലത്ത്, നിൻ്റെ വീടിനകത്ത്, നിൻ്റെ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്, കർത്താവിന് സ്തോത്രം, നിൻ്റെ വാക്കിനകത്ത്, നിൻ്റെ ചിന്തയ്ക്കകത്ത് ഒക്കെ ഒരു പരിശോധന ഉണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. ഒരു പക്ഷേ നമുക്കൊരു തെറ്റുപറ്റി, വീഴ്ച വന്നു. കർത്താവിന് സ്തോത്രം. സാരമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആമേൻ സ്തോത്രം, ഇഫ് യു കൺഫസ് യുവർ സിൻസ് ഹി ഈസ് ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഫോർഗിവ് ഓൾ യുവർ സിൻസ്. നീ നിൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവത്തോട് ഓരോ ദിവസവും രാത്രി അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും ഓരോ മണിക്കൂറിലും ആമേൻ സ്തോത്രം ഏറ്റുപറഞ്ഞ് ഒരു ഫോൺ കോളിനിടയ്ക്ക് ഒരു തെറ്റുപറ്റിയാൽ അന്നേരം കർത്താവിനോട് ക്ഷമ ചോദിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു കോൺവെർസേഷനകത്ത് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മളെല്ലാവരും മനുഷ്യരാ. കർത്താവിന് സ്തോത്രം. പെർഫെക്റ്റ് ആരുമില്ല. എന്നാൽ അന്നേരം കർത്താവിനോട് ക്ഷമ ചോദിക്കണം. ദാറ്റ്സ് വാട്ട് വാക്കിംഗ് ഇൻ ദ ലൈറ്റ്. നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, ശരിയാ, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, പക്ഷെ ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എനിക്കൊരു നല്ല ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത് അതാ. ശൗല് നമ്മെ പഠിപ്പിക്കുന്നത് അതാ. ശൗലിനും ദാവീദിനും ഒരുപോലത്തെ ഒരു ദൈവം ഉണ്ടായിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, ദാവീദിനുണ്ടായ തിരിച്ചറിവ് ശൗലിനില്ലാതെ പോയി. ആമേൻ. ദാവീദ് ചെയ്തതുപോലത്തെ തെറ്റല്ല ശൗല് ചെയ്തത്.
ആമേൻ. തൂക്കി നോക്കിയ ഒരു പക്ഷേ ദാവീദിൻ്റെ തെറ്റ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. എന്നിട്ടും ദാവീദ് ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം സ്വീകാര്യനായി മാറി. കാരണം എന്താ? ആമേൻ സ്തോത്രം ഒരു തിരിച്ചറിവ്. ആമേൻ, ഒരു തിരിച്ചറിവ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം പറയുന്നത്, മുമ്പേ ആമേൻ കർത്താവിന് പ്രസാദമായിട്ടുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്, ഓരോ നിമിഷവും ചെക്ക് ചെയ്തുകൊണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ആമേൻ എനിക്കൊരു പരാജയം വന്നു, എനിക്കൊരു വീഴ്ച പറ്റി, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു. കർത്താവിന് സ്തോത്രം, എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഈസ് ഇറ്റ് ദ വിൽ ഓഫ് ഗോഡ് ടു കണ്ടിന്യൂ ഇൻ ദാറ്റ് സിൻ? ആമേൻ. ഞാൻ ആ അവസ്ഥയിൽ തുടരുന്നത് ദൈവത്തിൻ്റെ ഹിതമാണോ? പരിശോധിക്കണം. ആമേൻ. എൻ്റെ വാക്കുകൾ, എൻ്റെ ബോസിനോടുള്ള വാക്കുകൾ, പെരുമാറ്റം, ഐ ഡോണ്ട് കെയർ. ആമേൻ. ആമേൻ സ്തോത്രം. എൻ്റെ ബോസിനേക്കാളും എനിക്ക് എല്ലാ കാര്യവും അറിയാം. സോ വാട്ട്? ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥലം. ആമേൻ. ഒരു പക്ഷേ ആമേൻ സ്തോത്രം അപ്പനേക്കാളും മിടുക്കനായി മക്കൾ മാറിയിട്ടുണ്ടാകാം. പക്ഷെ വായി തുറന്ന് ഒന്നും വരല്ല പുറത്തോട്ട്. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം ദൈവം ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഡിവൈൻ ഓർഡർ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവചനം പറയുക, പരിശോധിക്കണം. വെളിച്ചത്തിലാണ്. ആമേൻ സ്തോത്രം. വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ പരിശോധിക്കണം. എത്ര പേര് ആമേൻ പറയും? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് ഒരു മാറ്റം ഈ മെസ്സേജിന് മുമ്പിൽ ഉണ്ടാക്കുമോ? അതോ ചോദ്യം ചെയ്യുമോ? തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെയാണ്. ധൂർത്തപുത്രൻ സ്വീകാര്യനായതുപോലെ ദൈവഭവനത്തിൽ എന്നും ഉണ്ടായിരുന്ന ധൂർത്തപുത്രൻ്റെ ചേട്ടൻ സ്വീകാര്യനായില്ല. കർത്താവിന് സ്തോത്രം. അല്ലേ? അല്ലേ? കർത്താവിന് സ്തോത്രം. നമ്മൾ ആരുടെ കൂടെ നിൽക്കും? ധൂർത്തപുത്രൻ്റെ അവൻ നമ്മുടെ ഹീറോയാ, അല്ലേ? ചേട്ടനോ? ചർച്ച വിട്ടു പോകാതെ ചർച്ചിനകത്ത് കുത്തിയിരിക്കുന്ന ചേട്ടൻ ആമേൻ സ്തോത്രം ആർക്കും വേണ്ട. കാരണം എന്താ? പ്രിയമുള്ളവരെ, തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ, 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ചേർന്ന് പറഞ്ഞ വെളിച്ചത്തിന്റെ ഫലം. ഫ്രൂട്ട് ഓഫ് ദ ലൈറ്റ്. ഈ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് പോലെ അകത്ത് തന്നിരിക്കുന്ന വെളിച്ചത്തിനൊരു ഫലമുണ്ട്. എന്താണെന്നറിയാമോ? നീതി, സകല സദ്ഗുണം, സത്യം. ചേർന്ന് പറഞ്ഞേ, നീതി, സകല സദ്ഗുണം, സത്യം. കർത്താവിന് സ്തോത്രം. ഇതാ വെളിച്ചത്തിലുള്ളവരുടെ ആമേൻ സ്തോത്രം ഹോൾ മാർക്ക്. ആമേൻ. കർത്താവിന് സ്തോത്രം. നീ വെളിച്ചത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ 3 കാര്യം നോക്കിയാൽ മതി. സകല സദ്ഗുണം. ആമേൻ. അടുത്ത വാക്യം വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ do not share. ആമേൻ. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആമേൻ. Do not participate in the unfruitful deeds of darkness. ഗുണമില്ലാത്ത ഇരുട്ടിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ചെന്ന് പെടരുത്. Do not yoke with unbelievers. ആമേൻ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും ഒക്കെ പറയാനുള്ളത് അതാ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഇണയില്ല പിണ കൂടരുത്. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്തു കൂട്ടായ്മ? കർത്താവിന് സ്തോത്രം. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്തു കൂട്ടായ്മയാണ് ഉള്ളേ? എന്തു കൂട്ടായ്മയാണ് വേണ്ടത്? കർത്താവിന് സ്തോത്രം. എൻ്റെ ആമേൻ പഴയ കൂട്ടുകാർ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലായാൽ പഴയത് കഴിഞ്ഞുപോയി. ആ വാട്സാപ്പ് ഗ്രൂപ്പ് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നിനക്ക് വേണമെങ്കിൽ സുവിശേഷം പറയാം, അത്രേ ഉള്ളൂ. പണ്ടത്തെ ക്ലാസ്മേറ്റ്സിൻ്റെ ഗ്രൂപ്പില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വലിയ ആഘോഷമാണ്. കർത്താവിന് സ്തോത്രം. ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞു പോയി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ പിന്നെ അതിനെ ചെറിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, അത് ചെയ്യരുതെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വെളിച്ചത്തിൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിന്റെ ചിന്തയാ
അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുവച്ചേക്കാം. കർത്താവിന് സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആരുടെയും വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ല. ആമേൻ സ്തോത്രം. യു ഗോ ഹെഡ് വിത്ത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു കോമൺ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുകയാണ്, കർത്താവിന് സ്തോത്രം. ആമേൻ. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികരാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. കർത്താവിന് സ്തോത്രം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളെ ശാസിക്കണം. കർത്താവിന് സ്തോത്രം. ഹൃദയത്തിനകത്ത് വരുന്ന ചിന്തകളെ ശാസിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എൻ്റെ ഒരു മെൻറ്റർ എന്നെ പഠിപ്പിച്ചൊരു കാര്യം, എന്നെ ഇതുപോലെ സ്പർശിച്ചൊരു കാര്യം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലയിടത്തും രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ്. നമ്മെ തന്നെ നമ്മൾ ശാസിക്കണം. കർത്താവിന് സ്തോത്രം. ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ്, ഇരുട്ടിൻ്റെ ചിന്തയാണെന്ന് മനസ്സിലാക്കിയാൽ റബ്യൂക്ക്. അവിടെ എഴുതിയിരിക്കുന്നത് ആമേൻ സ്തോത്രം, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ആമേൻ കർത്താവിന് സ്തോത്രം. ബട്ട് ഇൻസ്റ്റഡ് ഈവൻ എക്സ്പോസ് ദം. കർത്താവിന് സ്തോത്രം. ആമേൻ. ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ്, ബട്ട് ഇൻസ്റ്റഡ് ഈവൻ എക്സ്പോസ് ദം. എക്സ്പോസ് ചെയ്യുക. കർത്താവിന് സ്തോത്രം. ആമേൻ. നിൻ്റെ അകത്തുള്ള ആമേൻ ആമേൻ സ്തോത്രം, ഇരുട്ടിൻ്റെ ആ ചോദ്യങ്ങൾ, ചിന്തകൾ, കർത്താവിന് സ്തോത്രം, അതിനെ എക്സ്പോസ് ചെയ്യാമെന്ന് തിരുവചനം പറയും. എന്ന് പറഞ്ഞാൽ എക്സ്പോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം റബ്യൂക്ക് തന്നെയാണ്, ശാസിക്കുക. അതാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എങ്ങനെയാ ശാസിക്കേണ്ടേ? കർത്താവിന് സ്തോത്രം. ഞാൻ ആമേൻ സ്തോത്രം ഓർത്തിയ ഒരു കാര്യമാണ് ഈ വചനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഒരു ദൈവദാസന് കുറ്റം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നമ്മൾ ആദ്യം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്നറിയാമോ? യൂട്യൂബിലൊരു 10,000 വീഡിയോ വരും. ആമേൻ. അദ്ദേഹം വീണതിനെക്കുറിച്ചുള്ള ബാനറൊക്കെ വെച്ച് വിശദമായിട്ട് ആമേൻ സ്തോത്രം അതിൻ്റെ ചർച്ചകളും, ദൈവദാസന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നു, ഭയങ്കര ചർച്ചകൾ സംഭവിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, അതല്ല ദൈവം നമ്മെ പഠിപ്പിച്ചത്. 12-ാമത്തെ വാക്യം പറയുന്നത്, അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകൂ എന്ന് പറഞ്ഞ ഡു നോട്ട് ഈവൻ സ്പീക്ക് അബൌട്ട് ഇറ്റ്. ആമേൻ. അതിനെക്കുറിച്ച് പറയാൻ പാടില്ലെന്ന്. വീണ ഒരുവൻ ഉണ്ടാകും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. റെഡ് ഹാൻഡ് ആയിട്ട് പിടിക്കപ്പെട്ടവൻ ഉണ്ടായേക്കാം. പക്ഷെ അതിനെക്കുറിച്ച് പറയാൻ പോലും പാടില്ല. പിന്നെയോ അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. എങ്ങനെയാണ് ശാസിക്കുന്നത്? ആമേൻ. അതിനെ എക്സ്പോസ് ചെയ്യുക വേണ്ടത്. എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യുന്നത്? കർത്താവിന് സ്തോത്രം. ഒരു ചെറിയൊരു മർമ്മം പറയാം. പ്രിയമുള്ളവരെ, ദൈവം ചർച്ചകളുടെ ഒന്നും ദൈവമല്ല. കർത്താവിന് സ്തോത്രം. ദൈവം ചർച്ചകളുടെ ദൈവമല്ല. ആമേൻ. ചർച്ച ചെയ്ത് നമ്മൾ ഒരു തീരുമാനമെടുക്കുക, ജനറൽ ബോഡി, കമ്മിറ്റി, ആമേൻ സ്തോത്രം, അങ്ങനത്തെ ദൈവമല്ല ദൈവം, നമ്മുടെ ദൈവം. ആമേൻ. മോശയുടെ കൂടെ ആമേൻ ഭയങ്കര ചർച്ചക്കാർ കൂടി, ആമേൻ ആൾക്കാർ, കോരഹപുത്രന്മാരും ഒക്കെ കൂടി ആമേൻ ജനറൽ ബോഡിയൊക്കെ ഉണ്ടാക്കി. കർത്താവിന് സ്തോത്രം. കർത്താവ് പറഞ്ഞത് ആമേൻ സ്തോത്രം, ഐ ആം ദ വൺ. ഞാനാ. ഇതൊരു ഡിവൈൻ അപ്പോയിൻമെൻറ്റാ. കർത്താവിന് സ്തോത്രം. വീടിനകത്ത് ചർച്ചയൊക്കെ ഉണ്ടാക്കില്ലേ? ചർച്ചിനകത്ത് ആമേൻ ജനറൽ ബോഡി കൂടല്ലേ? കർത്താവിന് സ്തോത്രം. വീടിനകത്ത് ആവശ്യമില്ലാത്തത് ചർച്ചിനകത്തും വേണ്ട. അപ്പനെതിരെ മക്കൾ പറയുക, കർത്താവിന് സ്തോത്രം, ഇപ്പം ഈ ഇടയായിട്ട് അപ്പൻ ശരിയല്ല. കർത്താവിന് സ്തോത്രം. അമ്മയും മക്കളും കൂടി ഒരു കമ്മിറ്റി കൂടിയിട്ട് പറയുക, അപ്പൻ ഈ ഇടയായിട്ട് ശരിയല്ല. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അങ്ങനെ ഉണ്ടാകാൻ? കർത്താവിന് സ്തോത്രം. അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ചിനകത്തും വേണ്ട. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഡിവൈൻ ഓർഡറിൻ്റെ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വെളിച്ചത്തിലേക്ക് എക്സ്പോസ് ചെയ്യണേ. എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യുന്നത്? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതാ നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നീ മുമ്പേ ജീവിച്ചത് ലോകത്തിൻ്റെ മുമ്പിലെല്ലാം പ്രസിദ്ധമാണ്, അല്ലേ? നിന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നിൻ്റെ അവൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ 7 അയലത്ത് വന്ന് ചോദിച്ചാൽ മതി, ഇന്നയാളെക്കുറിച്ച്. ഒറ്റ ദൈവമേ പറയല്ലേ അദ്ദേഹത്തെക്കുറിച്ച്. കർത്താവിന് സ്തോത്രം. അതാ സാക്ഷ്യം. മുമ്പേ ഇരുളിലായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഒരു ദൈവ പൈതലായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. കർത്താവിന് സ്തോത്രം. ആ വെളിച്ചമാണ് ആമേൻ സ്തോത്രം ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവിശ്വാസിയായിരിക്കുന്ന ഭർത്താവിനെ ആമേൻ സ്തോത്രം ഭാര്യ നേടേണ്ടത് അവളുടെ നല്ല പ്രവൃത്തികൾ മുഖാന്തരമാണ്. കർത്താവിന് സ്തോത്രം.
ക്രിസ്തുവിൻ്റെ മുന്നിൽ, അവൻ ലോകത്തിൻ്റെ മുന്നിൽ വെളിച്ചത്തെ പ്രകാശിപ്പിച്ച് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ വേണം അവൻ സ്വതന്ത്രം ഹല്ലേലൂയ കൂട്ടാളിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ. അതുകൊണ്ടാണ് ഡു നോട്ട് ഈവൻ സ്പീക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്ത് അതിനെ എക്സ്പോസ് ചെയ്യണമെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പറയാതെ എക്സ്പോസ് ചെയ്യുന്നത്? പറയാതെ എങ്ങനെയാണ് ഒരുവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. ആമേൻ. കർത്താവിന് സ്തോത്രം. എനിക്കിതിനെക്കുറിച്ച് പറയാൻ പെർമിഷൻ ഇല്ല. നീ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം ചിന്തിക്കാനും പറയാനും അതിനെക്കുറിച്ച് ആളെ കൂട്ടാനും ഒന്നും എനിക്ക് പെർമിഷൻ ഇല്ല. God hates. I mean, God doesn't want that. പിന്നെ എന്താ ചെയ്യേണ്ടത്? എക്സ്പോസ് ചെയ്യണം. എങ്ങനെ? Hallelujah, being the light of the world. നിന്റെ വെളിച്ചം ശക്തിയായിട്ട് പ്രകാശിക്കട്ടെ. എങ്ങനെയാ ശക്തിയായിട്ട്? ഇന്ന് വരെ ക്ഷമിച്ചതുപോലെയല്ല, അതിനും നന്നായിട്ട്. ഇന്ന് വരെ സ്നേഹിച്ചതുപോലെയല്ല, അതിനും നന്നായിട്ട്. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ മുമ്പിൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവചനം അനുസരിക്കുന്ന ഇടത്ത് കാര്യങ്ങളെല്ലാം മാറി പറയും. ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് ആ കൃപയാണ്, വെളിച്ചത്തിൽ നടക്കാനുള്ള കൃപ. കർത്താവിന് സ്തോത്രം. എത്ര പേര് കർത്താവിനോട് പറയും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തണമേ, വെളിച്ചത്തിൽ നടക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുവശങ്ങൾ ധാരാളമായിട്ടുണ്ട്. എനിക്ക് പലതും ആമേൻ സ്തോത്രം ചർച്ചിൽ പറയുന്നത് പോലെ വീട്ടിൽ പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇന്ന് രാത്രി ഒന്ന് ഏറ്റു പറയാമോ? ധൂർത്തപുത്രനെ പോലെ, ആമേൻ സ്തോത്രം കരയുന്ന ദാവീദിനെ പോലെ, തെറ്റുപറ്റിയ ആമേൻ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട ദൈവഭക്തന്മാരെ പോലെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നീ അങ്ങനെ ഒരു മാനസാന്തരത്തിലേക്ക്, അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് നീ കടന്നു വരുമെങ്കിൽ ദൈവം നിൻ്റെ മേൽ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയെ പകരും. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ ചാപ്റ്റർ 26 വേഴ്സ് 18 വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കുറിച്ച് അതിൻ്റെ മുകളിലത്തെ വാക്യം മുതലൊന്ന് വായിക്കാമോ ദൈവദാസനെ? ആമേൻ. ആമേൻ. യേശു പൗലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ശൗലിനോട് പറയുകയാണ്. സഭയെ പീഡിപ്പിച്ച ശൗല്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ RSSകാരനായ പൗലോസ്, അല്ലേ ശൗല്. കർത്താവിന് സ്തോത്രം. സഭയ്ക്ക് കല്ലെറിയുന്ന, സഭയ്ക്ക് ബോംബ് വയ്ക്കുന്ന പൗലോസ്. കർത്താവിന് സ്തോത്രം. നിങ്ങളിത് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കും. എനിക്കൊരു സ്നേഹിതനുണ്ട്, പാസ്റ്റർ. അദ്ദേഹം ചർച്ചിനകത്ത് ബോംബ് വെച്ച് മാനസാന്തരപ്പെട്ടയാളാണ്. കർത്താവിന് സ്തോത്രം. ഓർത്തഡോക്സുകാരനായിരുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. അദ്ദേഹം ആ നാട്ടിലെ ഓർത്തഡോക്സ് അച്ഛന്മാരൊക്കെ കൂടി അവരൊരു പ്ലാൻ ഉണ്ടാക്കി. പുള്ളിക്കാരൻ അതിൻ്റെയും അപ്പുറത്തോട്ട് പോയി ഒരു ബോംബ് സംഘടിപ്പിച്ച് പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ബോംബ് വെച്ചു. കർത്താവിന് സ്തോത്രം. ബോംബ് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ പുള്ളി മന്ദബുദ്ധിയായിപ്പോയി. പിന്നെ അവസാനം കുറേ ദിവസങ്ങൾക്ക് ശേഷം ആമേൻ ഓർമ്മ വന്നപ്പോൾ ഒറ്റ തീരുമാനം, കർത്താവേ ഇനി എനിക്കൊരു ജീവിതം തിരിച്ചു തന്നാൽ നിൻ്റെ നാമത്തിന് വേണ്ടി നിന്നോളാം. ഇന്ന് പാസ്റ്റർ കൊട്ടാരക്കരയിൽ ചർച്ചുണ്ട്, ഹിന്ദുക്കളാ മുഴുവൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരിച്ച് ആമേൻ സ്തോത്രം. പൗലോസ് അങ്ങനത്തെ ഒരാളാണ്. പൗലോസ് അങ്ങനത്തെ ഒരാളാണ്. ദൈവത്തിൻ്റെ വചനം പറയുക, ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. 18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് മുമ്പേ കാലഗതിക്കും ആകാശത്തിന്റെ അധികാരങ്ങൾക്കും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നവന്റെ ആത്മാവിനെയും അധിപതിയായവരെയും അനുസരിച്ചു നടന്ന ആ പഴയ മനുഷ്യനിൽ നിന്ന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാൻ ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മതി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക. ആമേൻ സ്തോത്രം. അവകാശം പ്രാപിപ്പാൻ, പാപമോചനം ഉണ്ടാകാൻ, ആമേൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ആമേൻ സ്തോത്രം. പത്രോസിൻ്റെ ലേഖനം 2:9 വാക്യം പറയുന്നത്,
ആമേൻ സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവിധം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും ജാതിയും ആമേൻ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. എന്താ അറിയുമോ? ആമേൻ സ്തോത്രം. ഞാൻ മുമ്പേ ലോകത്തിന് ദൈവത്തിന് ശത്രുവായിരുന്നു, ക്രിസ്തുവിന് ശത്രുവായിരുന്നു, ക്രൂശിന് ശത്രുവായിരുന്നു. ആ എന്നെ തിരഞ്ഞെടുത്ത് വെളിച്ചത്തിലാക്കി വെച്ചിട്ട് അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ആമേൻ സ്തോത്രം സ്ഥാനപതിയാക്കി മാറ്റി. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഒരു തിരിച്ചുവരവ് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരു പക്ഷേ നിന്റെ വെളിച്ചം മങ്ങിപ്പോയിട്ടുണ്ടാകും. പക്ഷേ ഐ ആം ടെല്ലിങ് യു, കെട്ടുപോയിട്ടില്ല. ആസ് ലോങ് ആസ് യു ആർ ഹിയർ, ഈ ചർച്ചിനകത്ത് ഇന്ന് രാത്രി നീ ഈ സുവിശേഷം, ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ വെളിച്ചം മങ്ങിപ്പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല, കെട്ടിപ്പോയിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്നുവരെ പ്രകാശിച്ചിട്ടില്ലാത്തതുപോലെ നീ ഒരു അത്ഭുത പ്രകാശമായി മാറും. എല്ലാ കണ്ണുകൾ മടക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാട്ടെ, പരിശോധിച്ചാട്ടെ. എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എവിടെയാ എനിക്ക് വീഴ്ച പറ്റിയത്? ആദ്യ സ്നേഹത്തിൽ നിന്ന് എവിടെയാ ഞാൻ മാറിപ്പോയത്? എവിടെയാ എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞത്? എവിടെയാ ഒരു സൗരഭ്യവാസനയാകുവാൻ എനിക്ക് സാധിക്കാതെ പോയത്? എവിടെയാ ലോകത്തിൻ്റെ മുന്നിൽ എൻ്റെ ക്രിസ്തുവിൻ്റെ വെളിച്ചം എനിക്ക് പ്രകാശിപ്പാൻ സാധിക്കാതെ പോയത്? ലോർഡ് ജീസസ്, ഐ ആം കമ്മിങ് ബാക്ക്. ദൈവമേ, നീ എനിക്ക് ഒരവസരം കൂടി തരണമേ അപ്പ, ഒരവസരം കൂടി തരണമേ. എന്നോട് ക്ഷമിക്കണമേ. ഹൃദയപൂർവ്വം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ സഹോദര, ഹൃദയപൂർവ്വം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ സഹോദരേ. ഇന്ന് നിന്റെ ജീവിതം മാറുന്ന ദിവസമാണ്. ഇന്നു രാത്രി സ്വർഗം നിന്റെ പേര് ആമേൻ സ്തോത്രം ഹല്ലേലൂയ റിസ്റ്റോറേഷൻ എന്ന വാക്കിന്റെ ചൂട് ചേർത്ത് വെച്ച് എഴുതുന്ന രാത്രിയാ. നിന്റെ നഷ്ടപ്പെട്ടതിന് ദൈവം നിനക്ക് തരുന്ന രാത്രിയാ. കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ ഇന്ന സ്ഥലത്ത് ഞാൻ പരാജയപ്പെട്ടു പോയേ, എന്റെ വായ് കൊണ്ട് അരുതാത്തത് ഞാൻ പറഞ്ഞു പോയി, എന്റെ ഹൃദയം കൊണ്ട് അരുതാത്തത് ഞാൻ ചിന്തിച്ചു പോയി. I was not able to overcome the threat. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. പിശാചിന്റെ തന്ത്രങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയി, ലോകത്തിന്റെ കൂട്ടുകെട്ടിനകത്ത് ഞാൻ പെട്ടുപോയി. ആമേൻ. അവിശ്വാസികളുമായി ഞാൻ ഇണയില്ല പിണക്കൂടി. എവിടെയൊക്കെയോ എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു. എൻ്റെ വായ് ആമേൻ സ്തോത്രം ക്രിസ്തുവിൻ്റെ ആമേൻ സുവിശേഷത്തിന് പകരം ആമേൻ സ്തോത്രം അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ആമേൻ ഇരുളിന്റെ വക്താവായി ഞാൻ മാറിപ്പോയി. എന്നോട് ക്ഷമിക്കണമേ. Will you pray with me? ചർച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? ആമേൻ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആമേൻ ഹല്ലേലൂയ ഒരു പ്രാവശ്യം ആമേൻ എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. എന്നെ കുറിച്ചൊരു നല്ല സാക്ഷ്യം എൻ്റെ വീട്ടുകാരെ പറയത്തില്ല. അവൻ ഒരു പക്ഷേ എൻ്റെ കുടുംബക്കാരെ പോലും പറയത്തില്ല, എൻ്റെ സ്വന്തം ഭവനത്തിൽ പറയത്തില്ലായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഈ കേട്ട വചനത്തിന് മുമ്പ് ഞാൻ ഏൽപ്പിക്കുക. I know I am the light of the world. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവനാ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവളാ. അത് മാത്രമാ എൻ്റെ പ്രാഗൽഭ്യം. ഇന്ന് രാത്രി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, യേശുവേ ആ വെളിച്ചം ഒന്ന് ശക്തിയോടെ പ്രകാശിക്കട്ടെ. ആമേൻ. From this day forth, ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതം മാറണമേ. ഈ ചർച്ചിനകത്തുള്ള കുഞ്ഞുമക്കൾ, എൻ്റെ കുഞ്ഞുമക്കൾ പ്രാർത്ഥിച്ചോട്ടെ. ആമേൻ. എൻ്റെ കുഞ്ഞുമക്കൾ പ്രാർത്ഥിച്ചോട്ടെ. പ്ലീസ് പ്രാർത്ഥിച്ചോട്ടെ. അപ്പാ എന്നെ ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റണമേ കർത്താവേ, ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റണമേ. എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ആമേൻ സ്തോത്രം എൻ്റെ യേശുവിൻ്റെ വെളിച്ചമാക്കുവാൻ എനിക്ക് സാധിക്കണമേ. ആമേൻ. എൻ്റെ യേശു അപ്പച്ചൻ എന്നെ എത്രത്തോളം ആഗ്രഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. I became ആമേൻ സ്തോത്രം ആമേൻ ഞാൻ again ആമേൻ ഞാൻ ഇരുളിന്റെ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി ഇരുളിന്റെ ആളായി മാറിപ്പോയി. ഞാൻ ഇരുളായി പോയി. എൻ്റെ വെളിച്ചം മങ്ങിപ്പോകുവാൻ ഇടയായി. യേശുവേ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ. എവിടെയാ ക്ഷമിക്കാൻ പറ്റാത്തത്? എവിടെയാ മറക്കേണ്ടത് മറക്കാൻ പറ്റാത്തത്? ചിലരുടെ ഹൃദയം വിങ്ങുകയാ.
അവൻ സ്വന്തം ജീവിത പങ്കാളി, സ്വന്തം കുഞ്ഞുമക്കൾ, സ്വന്തം അപ്പനും അമ്മ അവൻ ചെയ്തിട്ടുണ്ടാകും, പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ബോധപൂർവം കർത്താവിനോട് പ്രാർത്ഥിക്കുക, അപ്പാ ആ മുറിവിനകത്ത് നിന്റെ രക്തം ഒന്ന് ഒഴിക്കണമേ. അപ്പൊ ആ വേദന ഒന്ന് മാറ്റിക്കളണമേ. എന്റെ പാപം ക്ഷമിക്കണമേ അപ്പാ. കർത്താവേ, ഒരിക്കൽ കൂടി എന്റെ യജമാനന്റെ ഉപയോഗത്തിന് പറ്റിയ ഒരു പാത്രമാക്കി എന്നെ അവിടുന്ന് മാറ്റണമേ. കർത്താവെ, പലയിടത്തും വീണുപോയ വീഴ്ച വന്ന എന്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് പണിയണമേ. എന്റെ വായ് കൊണ്ട് പറഞ്ഞ തെറ്റുകുറ്റങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ച തെറ്റുകുറ്റങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ കരങ്ങൾ കൊണ്ട് ചെയ്തു പോയതിനോട് ക്ഷമിക്കണമേ. എന്റെ കുഞ്ഞുമക്കൾക്ക് ഞാൻ ദുർമാതൃകയായി പോയി, എന്നോട് ക്ഷമിക്കണമേ. അവരോട് ഗോസിപ്പ് പറഞ്ഞു കൊടുത്തു, എന്നോട് ക്ഷമിക്കണമേ. അവൻ ഞാൻ പറയുന്ന ഗോസിപ്പ്, ഞാൻ പറയുന്ന കുറ്റപ്പെടുത്തലുകളും അവർ കേൾപ്പാനിടയായി ആ കുഞ്ഞു മനസ്സിനകത്ത് കറ വീണു. ഇന്ന് രാത്രി അവരോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ആ കറകളെല്ലാം മാറ്റണമേ, എല്ലാ മലിനതകളും മാറ്റിക്കളയണമേ. ദൈവദാസന്മാർക്കെതിരെ പറഞ്ഞിട്ടുണ്ടപ്പാ, ക്ഷമിക്കണമേ. എൻ്റെ അപ്പനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ അമ്മയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പനും അമ്മയും എൻ്റെ അപ്പനും അമ്മയുമാ, എന്നോട് ക്ഷമിക്കണമേ. പറഞ്ഞിട്ടുള്ളത് ക്ഷമിക്കണമേ, ചിന്തിച്ചിട്ടുള്ളത് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി ഒരു പുതുക്കം എൻ്റെ വെളിച്ചം പ്രകാശിക്കട്ടെ, യേശുവിൻ്റെ വെളിച്ച ശക്തിയോടെ പ്രകാശിക്കട്ടെ. എന്നെ കാണുന്നവർ യേശുവിനെ കാണട്ടെ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പാപബോധ്യമുണ്ടാകട്ടെ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പശ്ചാത്താപമുണ്ടാകട്ടെ. ഞാൻ കടന്നു പോകുമ്പോൾ ജനം മാനസാന്തരപ്പെടുവാനിടയാകട്ടെ. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ജനം മാനസാന്തരപ്പെടട്ടെ. ഞാൻ പാടുമ്പോൾ ജനം കരയുവാനിടയാകട്ടെ. ഞാൻ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുമ്പോൾ ജനത്തിന് മാനസാന്തരം ഉണ്ടാകട്ടെ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഇതുവരെയും സ്വത്രം ഹല്ലേലൂയ കൊള്ളരുതാത്തവളെന്ന് പേരുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുക, എന്റെ പാപം ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക, നിന്റെ വെളിച്ചം പ്രകാശിക്കട്ടെ, നിന്റെ വെളിച്ചം പ്രകാശിക്കട്ടെ. പാപികൾ മാനസാന്തരപ്പെടട്ടെ. എന്റെ കരം തൊടുമ്പോ എന്റെ കരം ആ കട്ടിലിന്റെ മുകളിൽ വെക്കുമ്പോ രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ചർച്ചിനകത്ത് കർത്താവേ, ട്രൂ ബിലീവേഴ്സ്, ട്രൂ ഡിസൈപ്പിൾസ് യേശുവിന്റെ നാമത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടട്ടെ. ഇന്ന് രാത്രി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആലയത്തിന്റെ അകത്ത് അവരുടെ ആഗ്രഹം സ്വതന്ത്രം ഫാഷനും വില കൂടിയ ഡ്രസ്സും ഒന്നും ആകല്ലേ അപ്പ. അവരുടെ ആഗ്രഹം ലോകത്തിന്റെ വെളിച്ചമാകാനാകട്ടെ, ക്രിസ്തുവിന്റെ വെളിച്ചമാകണമേ. ഞങ്ങളുടെ മക്കൾ ക്രിസ്തുവിന്റെ വെളിച്ചമാകണമേ അപ്പ. ഓ ജീസസ് മൈറ്റി ഗോഡ്. എത്ര പേര് പ്രാർത്ഥിക്കും? എല്ലാവരും കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളങ്കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കഴുത്തിൽ എന്നെ വഹിച്ചറിയ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല, ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നു യേശിയില്ല. ഓ കണ്ണിൽ തന്നെ നോക്കിയതിനാൽ
തുമ്പമൊന്നു യേശിയില്ല. ഓ കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളകരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കരയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കരയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ച വീണാൽ ഉള്ളിക്കുറുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ച വീണാൽ ഉള്ളിക്കുറുക്കതിൽ വീണതില്ല. കണ്ണിൻ മണി പോൽ നോക്കിയരീന തുമ്പമൊന്നു യേശിയില്ല. ഓ കണ്ണിൻ തന്നെ നോക്കിയരീന തുമ്പമൊന്നു യേശിയില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. മണി പോ എന്നെ കരുതും ഉള്ളംകരത്തിൽ എന്നെ വഹിക്കൂ തള്ളിക്കലയാതെ മാറിൽ ചേർക്കൂ സ്നേഹമാകൂ യേശുവേ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവരാജ്യത്തിന്റെ മഹത്വ വിശാലതയ്ക്കായിട്ട് അവൻ കൊടുക്കുന്ന സ്തോത്രക്കാഴ്ച നമുക്ക് കരങ്ങളിലെടുക്കാം. ആമേൻ. അപ്പോൾ തന്നെ ആമേൻ സോദര ടൈത്ത് ആമേനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് ഫുഡ്സ് അങ്ങനെയുള്ള ആമേൻ ഹല്ല് കൊണ്ടുവന്നിട്ടുള്ളവർ ദൈവകരങ്ങളിൽ ആമേൻ ഏൽപ്പിക്കാൻ തക്കവിധം ആമേൻ സോദരം നമുക്ക് കരങ്ങളിലെടുക്കാം.